ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ MBBS പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ് ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പൊതുവെ പറയാറുള്ളത് ഏഷ്യൻ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. എന്റെ പ്രീവിയസ് വീഡിയോയിൽ താഷ്കന്തിയും സമർക്കന്തിയും ബുഹാറിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉസ്ബെക്കിസ്ഥാനിൽ ഇതേ കുറഞ്ഞ ഫീസിൽ നമുക്ക് ജോർജിയയിലും ബൾഗേറിയയിലൊക്കെ ഉള്ള പോലെ യൂറോപ്യൻ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ കിട്ടിയാലോ? എന്നാൽ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്നതിന്റെ കൂടെ കടാവർ ഡിസെക്ട് ചെയ്യാൻ പറ്റിയും അതേപോലെ തന്നെ ഇന്ത്യയിൽ MBBS പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയും അതേപോലെ ഇന്ത്യയിലുള്ള ഹോസ്പിറ്റലിൽ ഒബ്സർവേഷൻഷിപ്പ് ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്ത് എങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ USMLE ട്രെയിനിങ്, FMGയുടെ ട്രെയിനിങ്, റിസർച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ സ്കിൽ ലാബ്, സർട്ടിഫിക്കേഷൻ കോഴ്സ്, അതുപോലെ തന്നെ ഏർലി ക്ലിനിക്കൽ എക്സ്പോഷർ, ഇതൊക്കെ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്ന സെയിം ഫീസിൽ നമുക്ക് കിട്ടിയാലോ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഉസ്ബെക്കിസ്ഥാനിലെ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ഞാനിന്ന് പറയാം. നിങ്ങൾ അബ്രോഡ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടികളുടെ പേരൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ കസിൻസോ അല്ലെങ്കിൽ ആരെങ്കിലും അബ്രോഡ് MBBS ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിലോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടിരിക്കണം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള താഷ്കന്തിലുള്ള കിമ്യോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. ശരിക്കും ഉസ്ബെക്കിസ്ഥാനെ കുറിച്ചിട്ടും താഷ്കന്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് മാത്രമാണ്. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു യൂറോപ്യൻ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനുള്ള താഷ്കന്തിൽ തന്നെയുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും ആദ്യത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് KAU. അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും ബിഗസ്റ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നുമാണ് ഈ KAU എന്ന് പറയുന്നത്. ഏകദേശം 40,000 കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണിത്. ഇവിടെ ഏകദേശം 6ഓളം ക്യാമ്പസുകളുണ്ട്. അതിൽ 4,000-ഓളം മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെ, അതായത് ലോക്കൽ ഉസ്ബെക്കിസ്ഥാനീസ് തന്നെ 4,000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏകദേശം 40,000-ഓളം കുട്ടികൾ പഠിക്കുന്ന 6ഓളം ബ്രാഞ്ചുകളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഇതിന്റെ താഷ്കന്തിലുള്ള യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏകദേശം 2000-ന്റെ മുകളിൽ ഉസ്ബെക്കി കുട്ടികൾ തന്നെ മെഡിസിൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഈ ഉസ്ബെക്കി കുട്ടികൾ മാത്രമല്ല, ഉസ്ബെക്കി കുട്ടികളെ മിഡിൽ ഈസ്റ്റ് നിന്നും യൂറോപ്പിൽ നിന്നും US നിന്നും അടക്കം കുട്ടികൾ വന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ കിമ്യോന്റെ ഒഫീഷ്യൽ യൂട്യൂബ് പേജ് പോയി കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന അമേരിക്കൻ സ്റ്റുഡൻസിന്റെയും യൂറോപ്യൻ സ്റ്റുഡൻസിന്റെ ഒക്കെ ഇന്റർവ്യൂ വരെ കാണാൻ പറ്റും. ശരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഇപ്പൊ കിമ്യോ എന്ന് പറഞ്ഞ പൊതു ഉസ്ബെക്കിസ്ഥാനിൽ കേൾക്കാത്തൊരു പേരാണല്ലോ എന്നുള്ളത്. ശരിക്കും ഈ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത് സൗത്ത് കൊറിയയും ഉസ്ബെക്കിസ്ഥാനും കൂടെ ചേർന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. കിമ്യോയിൽ പഠിക്കാൻ പോകുന്ന കുട്ടിയെ കിട്ടാൻ പോകുന്ന ഏറ്റവും ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം. ശരിക്കും ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അതായത് GSL മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ GSL മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ 250 മെഡിസിൻ സീറ്റുകളുള്ള കോളേജാണ്. NMC ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന മാക്സിമം സീറ്റ് എന്ന് പറയുന്നത് 250 സീറ്റാണ്. അതായത് NMCയുടെ മാക്സിമം കപ്പാസിറ്റി സീറ്റുകളുള്ള 100 ഏക്കറോളം സ്ഥലമുള്ള ഒരു ബിഗസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഏകദേശം 60ന്റെ മുകളിൽ PG സീറ്റുകളുള്ള വലിയ കോളേജാണ്. അപ്പൊ ഈ കോളേജും കിമ്മിയും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് GSL കിമ്യോ എന്നാണ് ഈ യൂണിവേഴ്സിറ്റി പൊതുവെ അറിയപ്പെടുന്നത് പോലും. അതുകൊണ്ട് തന്നെ കിമ്യോയിൽ ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് GSL ആണ്. അപ്പൊ കിമ്യോയിൽ പഠിക്കുന്ന കുട്ടികളോട് നേരിട്ട് സംസാരിച്ച് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രി വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഫോറിൻ ഡിഗ്രിയിലെ വെബ്സൈറ്റിലേക്ക് വന്നാൽ അതിൽ ഉസ്ബെക്ക് ചൂസ് ചെയ്താൽ കിമ്യോ കാണാൻ പറ്റും. കിമ്യോ ചൂസ് ചെയ്താൽ അവിടെ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അവരോട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് കിമ്യോയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതായത് ഉസ്ബെക്കിസ്ഥാനിൽ നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 6 years ആണ്. അതിൽ 5 years പ്ലസ് 1 year ഇന്റേൺഷിപ്പിലേക്ക്, അതായത് ഇന്ത്യയിൽ GSL കൊടുക്കുന്ന സിലബസ് ഏതാണോ അതേപോലെ സിലബസ് ഉസ്ബെക്കിസ്ഥാനിലെ കിമ്യോയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 5 വർഷത്തെ കോഴ്സ് പ്ലസ് ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പ് മാത്രമാണ് എന്നുള്ള രീതി. അതുപോലെ തന്നെ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ലോഗ് ബുക്ക് ഉണ്ടാവും. ഓരോന്ന് ചെയ്യുന്ന അനുസരിച്ച് ആ ലോഗ് ബുക്കിൽ നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുക. അതായത് ക്ലിനിക്കൽസും പ്രാക്ടിക്കൽസും ഒന്നിച്ചു കൊണ്ടുവന്ന ഒരു എഡ്യൂക്കേഷൻ രീതിയാണ്. ഈ ഒരു രീതിയാണ് ശരിക്കും GSL കിമ്യോയിലും കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് കിമ്യോയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ പ്രാക്ടിക്കൽസും അതുപോലെ തന്നെ തിയറിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഇന്ത്യ പോലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പൊതുവെ കടാവർ ഡിസെക്ഷൻ ചെയ്യാൻ പറ്റാറില്ല. കാരണം ഉസ്ബെക്ക് ഒരു ട്രഡീഷണൽ മുസ്ലിം കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കടാവർ ഡിസെക്ട് ചെയ്യാൻ അവരുടെ ലോ പ്രകാരം അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ കിമ്യോയിൽ പഠിക്കുന്ന കുട്ടികൾ വെക്കേഷന് 2 മാസം, അതായത് നമുക്ക് എന്താ വെച്ചാൽ വെക്കേഷൻ 2 മാസം ഉണ്ടാവില്ല, ഈ 2 മാസത്തിൽ നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഹൈദരാബാദിലുള്ള GSL മെഡിക്കൽ കോളേജിൽ ഈ കുട്ടികളുടെ ഫുഡും അക്കോമഡേഷനും ഒക്കെ GSL സ്പോൺസർ ചെയ്തുകൊണ്ട് അവർക്ക് GSLന്റെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് കടാവർ ഡിസെക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് അനാട്ടമി അവർക്ക് ഹ്യൂമൻ ബോഡിയിൽ തന്നെ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ ഇവിടെ വെക്കേഷൻ വരുന്ന സമയത്ത് GSL പോയിട്ട് പഠിക്കാൻ പറ്റും. ഈ വെക്കേഷന്റെ സമയത്ത് കടാവർ ഡിസെക്ഷൻ മാത്രമല്ല, GSL ഇന്ത്യൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ്, അതേ പ്രൊഫസേഴ്സ് തന്നെ കിമ്യോയിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ ഈ വെക്കേഷന്റെ സമയത്ത് GSL പഠിപ്പിക്കും. അതായത് ഈ വെക്കേഷന്റെ സമയത്ത് നമ്മൾ വെറുതെ നാട്ടിൽ
ഇരിക്കുന്നതിന് പകരം GSL പോയിട്ട് ഇന്ത്യൻ പ്രൊഫസേഴ്സിന്റെ ക്ലാസ്സുകളായിരിക്കും കുട്ടികൾക്ക് കിട്ടുക. പിന്നെ അതുപോലെ ആ സമയത്ത് GSLന്റെ വലിയ ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ കുട്ടികൾക്ക് ഒബ്സർവേഷൻഷിപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ അവർ കൊടുക്കുന്നുണ്ട്. ഈ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുട്ടികളെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഈ വെക്കേഷൻ സമയത്ത് GSLന്റെ ഹോസ്പിറ്റലിൽ കിട്ടും എന്നുള്ളത് കിമ്യോയിൽ പഠിക്കുന്ന കുട്ടികളുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഉസ്ബെക്കിസ്ഥാനിൽ അവർ കിമ്യോയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ GSLന്റെ പ്രൊഫസേഴ്സിന്റെ ഗസ്റ്റ് ലെക്ചേഴ്സ്, അതേപോലത്തെ ഓൺലൈൻ ലെക്ചേഴ്സ് ഇതെല്ലാം കിമ്യോയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി GSLന്റെ പ്രൊഫസേഴ്സ് മാത്രമല്ല, കിമ്യോയിൽ തന്നെ അവരുടേതായിട്ടുള്ള ഇന്ത്യൻ പ്രൊഫസേഴ്സ് ഉണ്ട്. നമ്മുടെ പല സബ്ജക്റ്റുകളും എടുക്കുന്നത് അവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ പ്രൊഫസേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ കിമ്യോയിൽ ഞാൻ പറഞ്ഞല്ലോ പല രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി കിമ്യോയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് FMGE ക്ലാസ്സസ്. അതായത് സാധാരണ ഉസ്ബെക്കിസ്ഥാനിലേക്ക് FMGE ക്ലാസ്സസ് 5th ഇയറിലോ 6th ഇയറിലൊക്കെ ആയിട്ടാണ് കുട്ടികൾക്ക് കിട്ടാറുള്ളത്. എന്നാൽ ഇവിടെ വളരെ ഏർലി ടൈമിൽ തന്നെ GSLന്റെ ഭാഗത്തുള്ള FMGE ക്ലാസ്സസ് നമ്മുടെ കിമ്യോയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടും എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ഏർലി ടൈം മുതൽ FMGക്ക് പ്രിപ്പയർ ചെയ്യണം. അതായത് 1st ഇയർ 2nd ഇയർ 3rd ഇയർ ഒക്കെ ആയിട്ടാണ് മെയിൻ ബേസിക് സബ്ജക്ട്, അതായത് അനാട്ടമി, ഫിസിയോളജി, ഹിസ്റ്റോളജി, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, ഫാർമക്കോളജി, പാത്തോളജി ഇതുപോലെ സബ്ജക്റ്റുകൾ പഠിക്കുന്നത്. അപ്പൊ ഈ സബ്ജക്റ്റുകൾ, അതായത് അനാട്ടമിയുടെ ഫൗണ്ടേഷൻ നമുക്ക് സ്ട്രോങ് അല്ലെങ്കിൽ സർജറിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അതുപോലെ ഈ ഒരു 6 സബ്ജക്റ്റുകളുടെ ഫൗണ്ടേഷൻ നമുക്ക് സ്ട്രോങ് ആണെങ്കിലാണ് മെഡിസിൻ, സർജറി സബ്ജക്റ്റുകളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള നോളജ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഫൗണ്ടേഷൻ സബ്ജക്റ്റുകൾ സ്ട്രോങ് ആവുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഏർലി FMGE ട്രെയിനിങ് നമുക്ക് കിട്ടുന്നതിലൂടെ ഈ ഒരു ഫൗണ്ടേഷൻ സബ്ജക്റ്റുകളെല്ലാം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ സർജറിയും അതുപോലെ തന്നെ മെഡിസിനായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ FMGE എക്സാം ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനും ഈ ഒരു നോളജ് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ്. ഇനി കിമ്യോയിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള മറ്റൊരു ബെനിഫിറ്റ് ആണ് USMLEയുടെ ഗൈഡൻസ് എന്നുള്ളത്. നമ്മൾ പൊതുവെ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുള്ളത് ജോർജിയയിലുള്ള CU കൗക്കസ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിലാണ്. എന്നാൽ ഉസ്ബെക്കിന്റെ ഫീസിൽ ശരിക്കും നമുക്ക് USMLEയുടെ ഗൈഡൻസ് ഇവിടെ കിട്ടും എന്നുള്ള വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഓൾറെഡി പഠിക്കുന്ന കുട്ടികൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഈ ക്ലാസ്സുകൾ കണ്ടക്ട് ആവുന്നുണ്ട്. അതായത് ഈ ക്ലാസ്സുകളിൽ നമുക്ക് ജോയിൻ ചെയ്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് USMLE ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആ സമയത്ത് USMLE ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആ ക്ലാസ്സുകളിൽ പോവാറുണ്ട് എന്നുള്ള വലിയ ബെനിഫിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USMLEയുടെ ഏറ്റവും വലിയ പ്രത്യേകത USMLE എന്ന് പറഞ്ഞാൽ നമുക്ക് 3rd ഇയറിൽ ഫസ്റ്റ് USMLE സ്റ്റെപ്പ് 1 എഴുതാൻ പറ്റും എന്നുള്ളതാണ്. 5th ഇയറിൽ സ്റ്റെപ്പ് 2 എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം 2nd ഇയർ കഴിഞ്ഞ് 3rd ഇയർ ഒക്കെ എത്തുമ്പോഴേക്കും 1st, 2nd, 3rd ഇയറിലെ സബ്ജക്ട് ഫൗണ്ടേഷൻ ക്ലിയർ ആക്കിയതിനു ശേഷം USMLE എക്സാം എഴുതിയിട്ട് 5th ഇയറിൽ പിന്നെ സ്റ്റെപ്പ് 2 എഴുതുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും നമുക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. കാരണം വേൾഡിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് മെഡിക്കൽ എക്സാമുകളിൽ ഒന്നാണ് USMLE. അതായത് USMLEയിൽ പൊതുവെ ഈ അനാട്ടമിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഫിസിയോളജിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ ഇങ്ങനെയുള്ളത് വളരെ കുറവാണ്. പകരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മിക്സ് ചെയ്തുകൊണ്ട്, അതായത് അനാട്ടമിയും ഫിസിയോളജിയും എല്ലാം മിക്സ് ചെയ്ത് പല പല സബ്ജക്റ്റുകൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആ സബ്ജക്റ്റിൽ ഡീപ്പ് നോളജ് ഉണ്ടെങ്കിലാണ് USMLE ക്ലിയർ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ USMLEക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ നോളജ് ബേസ് ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഉസ്ബെക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പൊതുവെ കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ USMLE ബേസ്ഡ് ആയിക്കൊണ്ട് നമുക്ക് എന്ത് വെച്ചാൽ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയുടെ FMGE എക്സാം ഒക്കെ നിങ്ങൾക്ക് ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ എളുപ്പമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്. അത് മാത്രമല്ല സ്റ്റെപ്പ് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് 3 നിങ്ങൾക്ക് US പോയിട്ട് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു കരിയർ ഓപ്പണിംഗ് ആണ് ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ബെനിഫിറ്റുകളെല്ലാം USMLE ക്ലാസ്സസ് നമുക്ക് കിമ്യോയിൽ കിട്ടുന്നതുകൊണ്ട് ഇനി കിമ്യോയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വെക്കേഷന് GSLലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതായത് BLS, ACLS പോലുള്ള പ്രോഗ്രാംസ്. അപ്പോൾ ഇത് എടുത്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ USMLE അല്ലെങ്കിൽ പ്ലാബ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ട് നമ്മൾ അവിടെയുള്ള റെസിഡൻസിക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ഹോസ്പിറ്റലിലേക്കോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സാംസ് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഭയങ്കര സ്ട്രോങ് ആവണം. അതായത് ഇപ്പൊ മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ, അതല്ല യൂറോപ്പിലായിക്കോട്ടെ, അതല്ല US-ലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ശരി. ഇപ്പൊ നമ്മൾ മിഡിൽ ഈസ്റ്റിലെ റെസിഡൻസി എക്സാം ഉണ്ട്, അതായത് എംബ്രി പോലുള്ള എക്സാം. ഈ എംബ്രിയിൽ നമുക്ക് എന്താ വെച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഹോസ്പിറ്റലിൽ റെസിഡൻസിക്ക് ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഈ പ്രൊഫൈൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് വെക്കേഷനിൽ വരുന്ന സമയത്ത് GSLന് അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയുള്ള ഒരു പോയിന്റ് ആണ് ശരിക്കും റിസർച്ച് എന്ന് പറയുന്നത്. മെഡിസിന്റെ കുട്ടികൾ വളരെ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് റിസർച്ച് എന്നുള്ളത്. പക്ഷേ നമ്മൾ മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഹോസ്പിറ്റലിൽ ജോബിന് പോകുന്ന സമയത്ത്, അതായത് ഇന്ത്യയിലല്ല പറയുന്നത്, ഇന്ത്യന്റെ പുറത്ത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ പിന്നെ US-ലൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ജോബിനോ അല്ലെങ്കിൽ റെസിഡൻസിക്കോ ട്രൈ ചെയ്യുന്നത്, റെസിഡൻസി എന്ന് പറഞ്ഞാൽ PGക്ക്
ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു സാധനമാണ് റിസർച്ച് പേപ്പേഴ്സ് എന്നുള്ളത്. നമ്മൾ മെഡിസിൻ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് 2ൽ കൂടുതൽ റിസർച്ച് പേപ്പേഴ്സ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഫൈലിന് ഭയങ്കര വെയിറ്റേജ് ആണ്. അത് നമ്മൾ USMLE മാച്ചിങ്ങിന് കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ എംബ്രി കഴിഞ്ഞിട്ട് നമ്മളെ റെസിഡൻസി കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പ്രൊഫൈലിന് നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് തരും. അപ്പൊ ഇത്രയൊക്കെയാണ് ശരിക്കും കിമ്യോല് GSL ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. ഞാനിപ്പോൾ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കിട്ടാത്ത അത്രയും അഡ്വാൻറ്റേജുകൾ ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ള വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇനി KAUന്റെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള താഷ്കന്ത് സിറ്റിയിൽ തന്നെയാണ് KAU ഉള്ളത്. അതായത് എയർപോർട്ടിൽ നിന്ന് ഏകദേശം 15 മിനിറ്റ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ സാധാരണ ഉണ്ടാവാറ് മാജിക് സിറ്റിയും അതുപോലെ തന്നെ ICT ഒക്കെയാണ്. അതായത് ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റലിലെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന മെയിൻ സ്പോട്ടുകളാണ്. ഈ സ്പോട്ടിൽ തന്നെ ഏകദേശം 15 to 20 മിനിറ്റേ ഉള്ളൂ കിമ്യോ യൂണിവേഴ്സിറ്റിയിലേക്ക്. അതായത് ഉസ്ബെക്കിസ്ഥാന്റെ സെൻട്രലിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി. ഞാൻ ഈ പറഞ്ഞ പോലെ ICTയും മാജിക് സിറ്റിയും സിയോൾ മണ്ണൊക്കെ അടുത്തടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള താഷ്കന്ത് സിറ്റിയിലുള്ള ലൈഫ് എന്ന് പറഞ്ഞ ഒരു വൈബ്രന്റ് ലൈഫായി. കാരണം കുറച്ച് നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ലൈഫായി. പിന്നെ താഷ്കന്ത് സിറ്റിയിലായതുകൊണ്ട് തന്നെ മെട്രോവും ബസ്സും എല്ലാം നമുക്ക് ആക്സസിബിൾ ആയിരിക്കും. ഇനി കിമ്യോന്റെ ക്യാമ്പസ് നോക്കുന്ന സമയത്ത് താഷ്കന്ത് സിറ്റിയിലാണെന്ന് ഞാൻ പറഞ്ഞു. ഈ താഷ്കന്ത് സിറ്റിയിൽ ശരിക്കും അവരുടെ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകൾ നടക്കുന്നതും അതുപോലെ തന്നെ ഹോസ്റ്റലും അവിടെ കിമ്യോന്റെ ഹോസ്പിറ്റലും എല്ലാം ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ. അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകണമെങ്കിൽ ഹോസ്റ്റലിൽ കണക്റ്റഡ് ആയിട്ടുള്ള ബ്രിഡ്ജിൽ കൂടെ നമുക്ക് നേരെ ഹോസ്റ്റലിലേക്ക് പോകാൻ പറ്റും. അതുപോലെ ഹോസ്പിറ്റലും ആ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റിന്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വേറെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും വേണ്ട. കാരണം യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നു വന്നാൽ മതി. ഇനിയിപ്പോൾ അതെല്ലാം പുറത്ത് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മെട്രോവും ബസ്സുകളും എല്ലാം ഉണ്ട്. ഇവിടെ ശരിക്കും 1ാമത്തെ വർഷം മുതൽ അതായത് TSME ഒക്കെ പോലെ 1ാമത്തെ വർഷം മുതൽ കുട്ടികൾക്ക് ക്ലിനിക്കൽസ് കിട്ടുന്ന രീതിയിലാണ് അവരുടെ ഒരു എഡ്യൂക്കേഷൻ സ്ട്രക്ചർ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മൾ അബ്രോഡ് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് NMC ഗൈഡ് ലൈൻസ് എന്നുള്ളത്. അതായത് ഉസ്ബെക്കിസ്ഥാൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ NMC ഗൈഡ് ലൈൻസ് പല സമയത്തും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒരു യൂണിവേഴ്സിറ്റി എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും അതിന്റെ NMC ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് നോക്കണം. അപ്പൊ NMC ഗൈഡ് ലൈൻസിൽ പ്രധാനമായിട്ട് നോക്കുന്നത് 1ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സ് മിനിമം 54 മന്ത്സ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് കിമ്യോല് ശരിക്കും 54 മന്ത്സ് ആണ് കോഴ്സ് ഡ്യൂറേഷൻ. ഇത് ശരിക്കും GSL റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള പോലുള്ള ഒരു എഡ്യൂക്കേഷനിലേക്കാണ് അവർ മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു NMC ഗൈഡ് ലൈൻ ആണ് അതായത് 12 മന്ത്സ് മിനിമം ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. കിമ്യോല് ശരിക്കും 5 ഇയർ കോഴ്സ് പ്ലസ് 1 ഇയർ ഡെഡിക്കേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ് എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഈ ഒരു NMC ഗൈഡ് ലൈൻസും കിമ്യോ ഫോളോ ചെയ്യുന്നുണ്ട്. 3ാമത്തെ കാര്യം നമ്മുടെ കംപ്ലീറ്റ് കോഴ്സും ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം എന്നുള്ളതാണ്. കിമ്യോല് ശരിക്കും നമ്മൾ കംപ്ലീറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു NMC ഗൈഡ് ലൈൻസും കിമ്യോ ഫോളോ ചെയ്യുന്നുണ്ട്. 4ാമത്തെ കാര്യം ഇന്ത്യയിൽ ശരിക്കും 19 സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ട് നമുക്ക് മെഡിസിനിൽ പഠിക്കാനുള്ളത്. ഈ 19 സബ്ജക്റ്റും നമ്മൾ അബ്രോഡ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. കിമ്യോല് GSL റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ 19 സബ്ജക്റ്റും കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. 5ാമത്തെ കാര്യം നമ്മൾ പഠിക്കണ രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷനോ ലൈസൻസോ കിട്ടണം എന്നുള്ളതാണ്. ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുന്നുണ്ട്. ഇത് പഠിച്ച് ഗ്രാജുവേറ്റ് ആയ കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രാജുവേറ്റ് ആയ കുട്ടികൾക്ക് ലൈസൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടും അവർ കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല അതായത് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം NMCയുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഡ്യൂറേഷൻസ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ വർക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ ഇന്ത്യൻ എംബസി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസിയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 6ാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലിസ്റ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് www.doms.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ ഉസ്ബെക്കിസ്ഥാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്താ വെച്ചാൽ കിമ്യോ യൂണിവേഴ്സിറ്റി കാണാൻ പറ്റും. പിന്നെ പൊതുവെ ഇന്ത്യൻ എംബസി ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയാറുള്ളതാണ്. അതായത് ഒരുപാട് കുട്ടികളെ ഇൻടേക്കിലേക്ക് അഡ്മിഷൻ എടുക്കുന്നു എന്നുള്ളത്. എന്നാൽ കിമ്യോ യൂണിവേഴ്സിറ്റി ഫിക്സഡ് ആയിട്ട് NMCയുടെ പോലെ 250 കുട്ടികളെ മാത്രമാണ് ഒരു ഇൻടേക്കിലേക്ക് അഡ്മിഷൻ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ കുട്ടികളുടെ സൈസ് ആയതുകൊണ്ട് തന്നെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലി അറ്റൻഷൻ കൊടുക്കാൻ യൂണിവേഴ്സിറ്റിക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ അവിടെ പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് എല്ലാവരും ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ അറബ് സ്റ്റുഡൻസിന് വേറെ ഗ്രൂപ്പ് അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലെ കുട്ടികൾക്ക് വേറെ ഗ്രൂപ്പ് ഇങ്ങനെയാണ്. അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് 10 to 15 കുട്ടികളുടെ ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഉണ്ടാവുക. സെമിനാർ ക്ലാസ്സുകൾ വരുന്ന സമയത്ത് ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് ക്ലാസ്സുകളായിരിക്കും. അതുപോലെ ലെക്ചേഴ്സ് വരുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഗ്രൂപ്പുകൾക്ക് ഒന്നിച്ചായിരിക്കും ക്ലാസ് ഉണ്ടാവും. ഇനി കിമ്യോന്റെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് ഉസ്ബെക്കിലെ മറ്റു യൂണിവേഴ്സിറ്റികൾ പോലെ തന്നെയാണ് നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് അതുപോലെ പാസ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഉസ്ബെക്കിലെ ബാക്കി യൂണിവേഴ്സിറ്റി അതായത് ഇപ്പം താഷ്കന്ത് നോക്കുകയാണെങ്കിൽ താഷ്കന്തിൽ ഇന്റർവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ സമർഗന്തിൽ ഇന്റർവ്യൂ ഉണ്ട്, ബുഹാറ പോലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇന്റർവ്യൂ ഉണ്ട്. എന്നാൽ കിമ്യോയിൽ ഇന്റർവ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ നീറ്റ് നമ്മൾ കമ്പൽസറിലി ക്വാളിഫൈഡ് ആയിരിക്കണം. നീറ്റ് ക്വാളിഫൈ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിൽ നല്ല റാങ്ക് വേണമെന്നൊന്നുമല്ല, നമുക്ക് നീറ്റിന് എല്ലാ വർഷവും ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. ഈ കട്ട് ഓഫ് മാർക്ക് നമുക്ക് മിനിമം കിട്ടിയിരിക്കണം. അതായത് നീറ്റ് നമ്മൾ എലിജിബിൾ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. നമ്മൾ ഈ പറഞ്ഞ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നുള്ളതുണ്ട്. എന്നാൽ നമ്മൾ US-ലും കാനഡയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ECFMG അക്രഡിറ്റഡ് ആയിരിക്കണം എന്നുള്ളതുണ്ട്.
അപ്പോൾ ECFMG അക്രഡിറ്റഡ് ആണോ എന്ന് നോക്കാൻ നമ്മൾ wdoms.org പോവുക. എന്നിട്ട് അതിൽ ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിമ്യോ കാണാൻ പറ്റും. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സ്പോൺസർ നോട്ട് എന്ന് പറഞ്ഞുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. ആ സ്പോൺസർ നോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ECFMG ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ECFMG സ്പോൺസർ നോട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് USMLE എഴുതാനുള്ള വലിയൊരു ക്രൈറ്റീരിയ. അപ്പോൾ കിമ്യോന് ECFMG സ്പോൺസർ നോട്ട് ഉണ്ട് എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ECFMG ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് USMLE എക്സാം നിങ്ങൾക്ക് എഴുതാം. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ USMLE എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള എക്സാം ആണ്. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പറയാനുള്ളത് കിമ്യോയിലെ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ഞാൻ തുടക്കത്തിൽ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് യൂറോപ്യൻ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളത്. കാരണം ഉസ്ബെക്കിൽ പൊതുവെ യൂണിവേഴ്സിറ്റികൾ ഫോളോ ചെയ്യുന്നത് ഒരു ഏഷ്യൻ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഉസ്ബെക് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എന്നാൽ കിമ്യോ ECTS ബേസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ആണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഈ കരിക്കുലം നമ്മുടെ NMCയുടെ ഗൈഡ് ലൈൻസുമായിട്ട് മിസ്മാച്ച് ആവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ GSL കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അതായത് NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നതിലൂടെ തന്നെ ECTS കരിക്കുലം ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ECTS സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മളിപ്പം യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് അല്ലെങ്കിൽ ഇറ്റലിയിലേക്ക് അല്ലെങ്കിൽ ബൾഗേറിയയിലേക്ക് നമ്മുടെ PG ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ഡിഗ്രിയും അതുപോലെ തന്നെ ആ രാജ്യത്തുള്ള ഡിഗ്രിയും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് നോക്കുക. അതായത് ഈ ഡിഗ്രിയും ആ ഡിഗ്രിയും കൂടെ ഈക്വൽ ആണോ എന്ന്. ആ സമയത്ത് നമ്മൾ ഡിഗ്രി പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഉസ്ബെക് ടൈപ്പ് ഓഫ് ഡിഗ്രിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് അവർക്ക് ആ ഡിഗ്രിയും അവരുടെ ഡിഗ്രിയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും വരുന്നത്, ഏതൊക്കെയാണ് കണ്ടന്റ്, എത്രയാണ് ക്രെഡിറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതേ സമയത്ത് ECTS സിസ്റ്റം ആകുന്ന സമയത്ത് യൂറോപ്പിൽ മൊത്തം എല്ലാ രാജ്യങ്ങളും ECTS ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ECTS ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ട്രാൻസ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു സബ്ജക്റ്റും അതിന്റെ ക്രെഡിറ്റും കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഈ സബ്ജക്റ്റ് ഇത്ര ക്രെഡിറ്റ് ആണ് ഇതിവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാനും അത് മാച്ച് ചെയ്യാനും എളുപ്പം ഉണ്ടാവും എന്നുള്ളത് ECTSന്റെ വലിയൊരു ബെനിഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പഠിപ്പ് കഴിഞ്ഞ് യൂറോപ്പിലേക്ക് പോകുന്ന അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് സെറ്റിൽ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ PG ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ പോകുന്ന ആൾക്കാർക്ക് ആ ഡിഗ്രി ബാച്ചിങ് ECTS സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ട് എളുപ്പമായിരിക്കും. അതായത് ഞാൻ ECTS കൊണ്ട് അവിടെയുള്ള പ്രോസസ്സ് ഈസി ആണെന്ന് പറഞ്ഞത് അവിടെ എക്സാം ഇല്ലാന്നോ അല്ലെങ്കിൽ ലാംഗ്വേജ് ഇല്ലാതെ പോകാന്നോ ഒന്നുമല്ല. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചേക്കുന്ന എഡ്യൂക്കേഷന്, സബ്ജക്റ്റ്, അതിൻ്റെ ഡ്യൂറേഷന്, ഹവേഴ്സ്, ക്രെഡിറ്റ്സ് ഇതൊക്കെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ രാജ്യമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ ആ സ്ട്രക്ചറിൽ ഫോർമാറ്റ് സെയിം ആയതുകൊണ്ട് എളുപ്പമുണ്ട് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. ഇനി നമ്മൾ കിമ്യോയിലെ ക്ലാസ്സുകൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ സാധാരണ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കണ്ടിന്യൂസ് ക്ലാസ് ആണ് ഉണ്ടാവാറ്. ഇനിയിപ്പോൾ പോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി പോസ്റ്റിംഗ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ്. എന്നാൽ അബ്രോഡ് കൺട്രീസ് ഭൂരിഭാഗം രാജ്യത്തും ഇതുപോലൊരു സ്ട്രക്ചർ അല്ല. അതായത് ഒന്നെങ്കിലും മോർണിംഗ് ഷെഡ്യൂൾ ആയിരിക്കും, അതായത് മോർണിംഗ് മുതൽ ഉച്ച വരെ അല്ലെങ്കിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ, അതല്ലെങ്കിൽ നൈറ്റ് ഒരു 7 മണി വരെ 9 മണി വരെയൊക്കെ ക്ലാസ് എടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഇങ്ങനെ ഓരോ സെക്ഷൻസ് ആയിട്ടാണ് ഉണ്ടാവുക. ഒരു ദിവസം മാക്സിമം 4-5 മണിക്കൂറുകളെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബാക്കിയുള്ള സമയത്ത് കുട്ടികൾക്ക് റിസർച്ച് ചെയ്തിട്ടും അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡിയിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള ടൈം അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്ട്രക്ചറാണ് ശരിക്കും കിമ്യോയിലുള്ളത്. അതായത് കിമ്യോയിൽ കണ്ടിന്യൂസ് മോർണിംഗ് ടു ഈവനിങ് ക്ലാസ്സുകൾ കുറവാണ്. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് കണ്ടിന്യൂസ് മോർണിംഗ് ടു ഈവനിങ് ക്ലാസ് ഉള്ളത്. ഒന്നെങ്കിൽ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ടു ഈവനിങ് എന്നുള്ള രീതിയിലാണ്. ഇനി കിമ്യോയിലുള്ള ക്ലാസസിന്റെ ടൈപ്പ് നോക്കുന്ന സമയത്ത് ഉസ്ബെക്കിലുള്ള ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം. അതായത് ഉസ്ബെക്കിൽ സാധാരണ ലെക്ചേഴ്സും പ്രാക്ടിക്കൽസും ആണ് ഉണ്ടാവുക. കിമ്യോയിൽ സാധാരണ ലെക്ചേഴ്സും സെമിനാർസും അത് പ്രാക്ടിക്കൽ പോലെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ലെക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു PPT വെച്ചിട്ട് PPTയിൽ എന്താ വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് അത് കുട്ടികൾ കേട്ടിട്ട് നോട്ട്സ് എഴുതി എടുക്കുന്ന രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇങ്ങനെ തന്നെയാണ്. സമർഖന്ദിലൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ ലെക്ചേഴ്സിന്റെ ക്ലാസ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ആണ് സാധാരണ കിമ്യോയിൽ ഉണ്ടാവാറുള്ളത്. ലെക്ചർ ക്ലാസ് കമ്പൽസറി ആണ്. അതായത് 75% മിനിമം അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ലെക്ചർ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും കയറേണ്ടി വരും. കാരണം പല യൂണിവേഴ്സിറ്റി ഇപ്പോൾ താഷ്കന്ദിലും TSMEയിലൊന്നും ലെക്ചർ ക്ലാസ് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അപ്പോൾ ഇതിൽ ലെക്ചർ ക്ലാസ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി സെമിനാർ ക്ലാസ്സുകൾ നോക്കുന്ന സമയത്ത് ശരിക്കും ഉസ്ബെക്കിലെ യൂണിവേഴ്സിറ്റികൾ പോലെയല്ല. അതേസമയത്ത് ജോർജിയയിലും ബൾഗേറിയയിലൊക്കെ യൂണിവേഴ്സിറ്റികൾ പോലെയാണ് ശരിക്കും കിമ്യോ ഫോളോ ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു ദിവസം സെമിനാർ ആണെങ്കിൽ ആ സെമിനാറിൽ എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു MCQ കാര്യങ്ങളോ ഉള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. ഈ ആക്ടിവിറ്റി ബേസ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും അവർ മാർക്ക്, അതായത് ഒരു സബ്ജക്റ്റിന് 15 വീക്കുകളാണ് ക്ലാസ് ഉണ്ടാവുക. ഈ 15 വീക്കുകളിൽ മാക്സിമം 30 മാർക്കാണ് ഒരു കുട്ടി കിട്ടുക. ഈ 30 മാർക്കിൽ 18 മാർക്ക് മിനിമം കിട്ടിയാൽ മാത്രമേ അവർക്ക് ഫൈനൽ എക്സാം, അതായത് സെമസ്റ്റർ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അതായത് ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു വന്നിട്ട് പറയാൻ പറയോ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും മാർക്ക് ഇടും. ആ മാർക്ക് ടോട്ടൽ ഈ പറഞ്ഞ 15 വീക്കിനുള്ളിൽ മിനിമം 18 മാർക്ക് കിട്ടിയാൽ, അതായത് 60% കിട്ടിയാലേ അവർക്ക് ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ സ്ട്രക്ചർ തന്നെയാണ് ശരിക്കും ജോർജിയയും ബൾഗേറിയയൊക്കെ ഫോളോ ചെയ്യുന്നത്. അതായത് കൈൻഡ് ഓഫ് യൂറോപ്യൻ സ്ട്രക്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു 30 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മാർക്കാണ്. ടോട്ടൽ 100 മാർക്കാണ്. അതിൽ 30 മാർക്ക് ഇന്റേണലും അതുപോലെ തന്നെ 70 മാർക്ക് ഫൈനൽ എക്സാമും എന്നുള്ള രീതിയിലാണ്
അപ്പോൾ ഇതിന് ഈ ഒരു സ്ട്രക്ചറിന് സാധാരണ ജോർജിയയിലൊക്കെ പറയാനുള്ളത് കണ്ടിന്യൂസ് അസസ്മെന്റ് എന്നാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെമിനാർ ക്ലാസ്സുകൾ, അതായത് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾക്കാണെങ്കിൽ ഫുൾ അറ്റൻഡൻസ് വേണം. അതുപോലെ തന്നെ കിമ്മിയോയിലുള്ള മറ്റൊരു പ്രത്യേകതയാണ്, ഉസ്ബെക്കിൽ പൊതുവെ ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് തേർഡ് ഇയറിലാണ്. അതായത് TSMUലൊക്കെ ആണെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൽ ഉണ്ടാവും. സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ തേർഡ് ഇയർ കഴിഞ്ഞിട്ടാണ് ക്ലിനിക്കൽസ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ കിമ്മിയോയിൽ ശരിക്കും സെക്കൻഡ് സെമസ്റ്ററിൽ ശരിക്കും TSMUലെ പോലെ തന്നെ TSMUവിൻ്റെ അതായത് TSMUവിൻ്റെ കുട്ടികൾക്ക് ക്ലിനിക്കൽസ് കിട്ടുന്ന TSMUവിൻ്റെ പീഡിയാട്രിക്സ് ഹോസ്പിറ്റലിലാണ്, അതേ ഹോസ്പിറ്റലിൽ നിന്ന് കിമ്മിയോയിലെ കുട്ടികൾക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സ്കിൽ ലാബുകളുണ്ട്. അതായത് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ സ്കിൽ ലാബ് ഉണ്ട്. അവിടെ അവർക്ക് കത്തീഡ്രൈസേഷൻ, കെന്നുലേഷൻ, IV, ലംബാർ പഞ്ചർ, CPR, BLS ഇതുപോലുള്ള സാധനങ്ങളെല്ലാം യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ അവർക്ക് സ്കിൽ ലാബിൽ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് തേർഡ് ഇയറിലേക്ക് എത്തുന്ന സമയത്ത്, തേർഡ് ഇയർ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഇന്റേൺഷിപ്പ് ഉണ്ട് അവർക്ക്. അതായത് ഓരോ ഇയറിലും ഇന്റേൺഷിപ്പ് എന്തുണ്ട്, രണ്ടാമത്തെ സെമസ്റ്റർ, അതായത് തേർഡ് ഇയർ ആണെങ്കിൽ തേർഡ് ഇയർ സെക്കൻഡ് സെം, ഫോർത്ത് ഇയർ ആണ് ഫോർത്ത് ഇയർ സെക്കൻഡ് സെം, ഫിഫ്ത്ത് ഇയർ ആണ് ഫിഫ്ത്ത് ഇയർ സെക്കൻഡ് സെം, സിക്സ് ഇയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫുൾ ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ ഇന്റേൺഷിപ്പുകൾ ഓരോ ഇയറിലേക്കും അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. ആ സമയത്ത് അവർക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കിമ്മിയോന്റെ ഓൺ ഹോസ്പിറ്റൽ ഉണ്ട്. അതായത് ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഹോസ്പിറ്റൽ ഉണ്ട്. ഈ ക്യാമ്പസിന്റെ ഉള്ളിലുള്ള ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനും അവിടെയുള്ള പേഷ്യൻസിനെ കാണാനും അവരോട് ഇന്ററാക്ട് ചെയ്യാനും അവരുടെ റിവ്യൂസ് അതേപോലെ തന്നെ അവരുടെ റിപ്പോർട്ട്സ് കളക്ട് ചെയ്യാനും വൈറ്റൽസ് കളക്ട് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൾറെഡി അവിടെ കിട്ടുന്നുണ്ട്. അതായത് അവരുടെ സ്ട്രക്ചർ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിൽ ലാബിൽ കുട്ടികൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കും. അതായത് ബെഡ് മേക്കിംഗ്, ഗോസ് മേക്കിംഗ്, ഇതുപോലെ IV, കത്തീഡ്രൽ, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ സ്കിൽ ലാബിൽ ചെയ്ത് പഠിച്ചതിന് ശേഷം അവരുടെ ഓൺ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഈ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ക്ലിനിക്കൽസ് മാത്രമല്ല, നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടല്ലോ. അതായത് അനാട്ടമി പഠിക്കുന്ന സമയത്ത് അനാട്ടമിയുടെ പ്രാക്ടിക്കൽ, ഹിസ്റ്റോളജി പഠിക്കുന്ന സമയത്ത് ഹിസ്റ്റോളജിയുടെ പ്രാക്ടിക്കൽ, ഇത് ഉണ്ടാവുമല്ലോ. പൊതുവെ TSMU, താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലും സമർഗന്ദിലൊക്കെ അനാട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോൺസ് ഉണ്ടാവും. ആ ബോൺസ് കൊടുക്കും, ആ ബോൺസ് വെച്ചിട്ടാണ് കുട്ടികൾ പഠിക്കാറുള്ളത്. എന്നാൽ ജോർജിയയിലും ബൾഗേറിയയിലൊക്കെ എത്തുന്ന സമയത്ത് 3D സ്റ്റിമുലേറ്റർ ഉണ്ട്. ബൾഗേറിയയിൽ കടാവറുണ്ട്, പക്ഷേ ജോർജിയയിലേക്ക് എത്തുന്ന സമയത്ത് 3D സ്റ്റിമുലേറ്ററുകൾ കാണാറുണ്ട്. പൊതുവെ കുട്ടികൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അത് കാണാറുണ്ട്. അതിലാണ് സാധാരണ അനാട്ടമി പഠിക്കാറുള്ളത്. എന്നാൽ കിമ്മിയോയിലേക്ക് എത്തുന്ന സമയത്ത് ഇതേപോലെയാണ്. അതായത് അവിടെ അനാട്ടമേജ് എന്ന് പറഞ്ഞിട്ടുള്ള 3D സ്റ്റിമുലേഷൻ ടേബിൾ ഉണ്ട്. അതായത് നമ്മളെ ഈ ഒരു ടേബിളിന്റെ മോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കടാവർ നിരത്തി വെച്ച പോലെ ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഡിസെക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. കാരണം അവിടെ കടാവർ ഡിസെക്ഷൻ ഉസ്ബെക്കിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ 3D സ്റ്റിമുലേറ്ററിലാണ് അവർ കടാവർ ഡിസെക്ട് ചെയ്യണത്. ശരിക്കും കിമ്മിയോയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ ശരിക്കും റിയൽ കടാവറിൽ GSL പോയിട്ട് കടാവർ ഡിസെക്ഷൻ ചെയ്ത് തന്നെ അനാട്ടമി പഠിക്കാൻ പറ്റും. ഉസ്ബെക്കിലുള്ള സമയത്ത് ഈ 3D സ്റ്റിമുലേഷൻ ടേബിളിലാണ് അവർ പഠിക്കാം. അപ്പോൾ അതിനെന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3D സ്റ്റിമുലേറ്ററിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ വെയിൻസും അതുപോലെ തന്നെ ആർട്ടറീസ് ഒക്കെ തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടാവറിൽ പ്രയാസമാണ്. കാരണം ഒരേപോലെ ആയത് കടാവർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോർമാലിഡിഹൈഡിൽ ഇട്ടിട്ട് ഒരേപോലെ ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തിരിച്ചറിയാൻ പറഞ്ഞാൽ പ്രയാസമാണ്. എന്നാൽ ഈ 3D സിമുലേഷൻ ടേബിളിൽ അത് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ GSL പഠിക്കുന്ന കുട്ടികൾ പോലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 3D സിമുലേഷൻ ടേബിളിലാണ് പഠിക്കാറുള്ളത്. അതുപോലെ തന്നെ ഉസ്ബെക്കിലെ കുട്ടികളും ഈ ഒരു 3D സിമുലേറ്ററിലാണ് പഠിക്കുക. വെക്കേഷന് വരുന്ന സമയത്ത് അനാട്ടമിക്ക് അവർക്ക് എന്ത് ചെയ്യാം, GSL പോയിട്ട് കടാവർ ഡിസെക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഹിസ്റ്റോളജിന്റെ കേസിൽ ഉസ്ബെക്കിൽ അധിക യൂണിവേഴ്സിറ്റികളിലും ഞാൻ ഹിസ്റ്റോളജിക്ക് ലാബുകൾ കൊടുക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ഹിസ്റ്റോളജിന്റെ കേസിൽ കിമ്മിയോയിൽ സാധാരണ എന്താ വെച്ചാൽ സ്ലൈഡുകൾ വെച്ച് ഓരോന്നും ഒബ്സർവ് ചെയ്ത് ഹിസ്റ്റോളജി ലാബിൽ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്റോളജിക്കൽ ലാബിലാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സ്കിൽ ലാബ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റിമുലേഷൻ ലാബ് ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റോളജി ലാബ് ഉണ്ട്. അങ്ങനെ ഓരോന്നിനും ലാബുകൾ കിട്ടുന്നു എന്നുള്ളതും ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ അഡ്വാൻറ്റേജ് ആണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ പൊതുവെ ഇത് കുറവാണ് എന്നുള്ളത് ഞാൻ കണ്ടു. ഇത് നമ്മൾ കിമ്മിയോയിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, NMC പ്രധാനമായിട്ട് 19 സബ്ജക്റ്റുകളാണ് പറഞ്ഞേക്കുന്നത്. ആ 19 സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഉസ്ബെക്കും അതുപോലെ തന്നെ ലാറ്റിൻ പോലുള്ള കുറച്ച് സബ്ജക്റ്റുകൾ എക്സ്ട്രാ കവർ ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിന്റെ ഫൗണ്ടേഷൻ ആണ്. ആ സമയത്ത് സാധാരണ ഫൗണ്ടേഷണൽ സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ നോക്കുകയാണെങ്കിൽ അനാട്ടമി, ഹിസ്റ്റോളജി, ജെനറ്റിക്സ്, ബയോളജി, കെമിസ്ട്രി, മെഡിക്കൽ ബയോളജി, മെഡിക്കൽ കെമിസ്ട്രി, ഇതുപോലുള്ള സബ്ജക്റ്റ് ആണ്. ഇനി സെക്കൻഡ് സെമസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് അനാട്ടമി, ഹിസ്റ്റോളജി, ഫിസിയോളജി, കെമിസ്ട്രി, ബയോളജി, ഇൻട്രൊഡക്ഷൻ ടു മെഡിസിൻ, നഴ്സിംഗ് അസിസ്റ്റന്റ് ഇന്റേൺഷിപ്പ്. ഈ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ഇന്റേൺഷിപ്പിലാണ് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് സെമസ്റ്ററിൽ തന്നെ നമുക്ക് ക്ലിനിക്കൽസ് കിട്ടി തുടങ്ങുന്നത്. അതാണ് ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞെടുക്കുക. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നഴ്സിംഗിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ബെഡ് മേക്കിങ്ങും കോസ് മേക്കിംഗ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഏർലി ക്ലിനിക്കൽസ് ആക്സസ് നമുക്ക് ഇവിടെ ഉണ്ട്. തേർഡ് സെമസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് അനാട്ടമി, ഹിസ്റ്റോളജി, ഫിസിയോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, സൈക്കോളജി, പബ്ലിക് ഹെൽത്ത് ഒക്കെയാണ്. ഫോർത്ത് സെമസ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബയോകെമിസ്ട്രി, പാത്തോളജി, പാത്തോളജിക്കൽ അനാട്ടമി, പാത്തോളജിക്കൽ ഫിസിയോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി, പബ്ലിക് ഹെൽത്ത്, ഇൻട്രൊഡക്ഷൻ ടു മെഡിസിൻ, ചൈൽഡ്ഹുഡ് ഡിസീസസ്, നഴ്സിംഗ് വാർഡ് ഇന്റേൺഷിപ്പ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഇയർ സെക്കൻഡ് സെമസ്റ്ററിലും നഴ്സിംഗ് വാർഡ് ഇന്റേൺഷിപ്പ് ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ വാർഡ് പോയിട്ട് പേഷ്യൻസിനെ നോക്കുന്നതും അവരുടെ ബെഡ് മേക്ക് ചെയ്യുന്നതും ഹിസ്റ്ററി കളക്ട് ചെയ്യുന്നതും വൈറ്റൽസ് കളക്ട് ചെയ്യുന്നതും ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. അതായത് ഓരോ ഇയറിലും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൽസ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇനി തേർഡ് ഇയറിലേക്ക് എത്തുന്ന സമയത്ത് ക്ലിനിക്കൽ അനാട്ടമി, പാത്തോളജി
പാത്തോളജിക്കൽ അനാട്ടമി, പാത്തോളജിക്കൽ ഫിസിയോളജി, ഫാർമക്കോളജി, ഹൈജീൻ, ഇന്റേണൽ മെഡിസിൻ, ചൈൽഡ്ഹുഡ് ഡിസീസസ്, ജനറൽ സർജറി, മെഡിക്കൽ റേഡിയോളജി. ഇനി 6th സെമസ്റ്ററിലേക്ക് എത്തുമ്പോൾ ഹൈജീൻ, ഇന്റേണൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ജനറൽ സർജറി, ഹെമറ്റോളജി, ക്ലിനിക്കൽ ലബോറട്ടറി ഡയഗ്നോസിസ്, മെഡിക്കൽ ജെനറ്റിക്സ്, സൈക്കാട്രി, മെഡിക്കൽ സൈക്കോളജി, മെഡിക്കൽ റേഡിയോളജി, ഫാമിലി പോളിടെക്നിക് നഴ്സിംഗ് അസിസ്റ്റന്റ് ഇന്റേൺഷിപ്പ്. അതായത് 3rd ഇയറിലും 2nd സെമസ്റ്ററിലും എന്തുണ്ട് ഈ ഒരു ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. അതായത് ഓരോ ഇയറിലും 2nd സെമസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് പോയേക്കുന്നത്. എന്നാൽ ഫൈനൽ ഇയറിൽ എത്തുന്ന സമയത്ത് ഫുള്ളി ഇന്റേൺഷിപ്പ് ആണ്. ഇനി 4th ഇയറിലേക്ക് എത്തുമ്പോൾ ഇന്റേണൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ന്യൂറോളജി, സർജിക്കൽ ഡിസീസസ്, ഒബ്സ്ട്രിക്സിസ് ആൻഡ് ഗൈനക്കോളജി, ഡെർമറ്റോളജി ആൻഡ് വെനറോളജി, ഡെർമറ്റോളജി, ട്രമറ്റോളജി, യൂറോളജി, ട്യൂബർകുലോസിസ്, എൻഡോക്രൈനോളജി. ഇനിയിപ്പോൾ 8th സെമസ്റ്റർ ഇന്റേണൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, സർജിക്കൽ ഡിസീസസ്, സൈക്കാട്രിക് സർജറി, ഡെർമറ്റോളജി, ന്യൂറോ സർജറി, ഓഫ്താൽമോളജി ആൻഡ് ENT, ഫോറൻസിക് മെഡിസിൻ, ലീഗൽ ഫൗണ്ടേഷൻ ഓഫ് മെഡിക്കൽ പ്രാക്ടീസ്, ട്രോമറ്റോളജി, ട്യൂബർകുലോസിസ്, ഡോക്ടർ അസിസ്റ്റന്റ് ഇന്റേൺഷിപ്പ്. അതായത് 4th ഇയർ 2nd സെം എത്തുമ്പോഴേക്കും ഡോക്ടർ അസിസ്റ്റന്റ് ഇന്റേൺഷിപ്പ് ആണ്. ഇതുവരെ നമ്മൾ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇന്റേൺഷിപ്പും അതുപോലെ തന്നെ നഴ്സിംഗ് പ്രൊസീജിയർ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 3rd ഇയർ കഴിഞ്ഞ് 4th ഇയറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ അസിസ്റ്റന്റ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അതായത് 3rd ഇയർ വരെ നമ്മൾ ഈ ബെഡ് മേക്കിങ്ങും ഗോസ് മേക്കിങ്ങും അതുപോലെ തന്നെ IVയും ഇതുപോലെ നഴ്സിംഗ് പ്രൊസീജിയറാണ് ചെയ്തെങ്കിൽ 3rd ഇയർ കഴിഞ്ഞ് 4th ഇയർ 2nd സെമസ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ കൂടെ ഡയഗ്നോസിസും അതുപോലെ ഒരു ഡോക്ടർ ചെയ്യേണ്ട പ്രൊസീജിയർ അവർ അസിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി 5th ഇയറിലേക്ക് വരുന്ന സമയത്ത് ഇന്റേണൽ മെഡിസിൻ, ഒക്കുപേഷണൽ ഡിസീസസ്, സർജിക്കൽ ഡിസീസസ്, ക്ലിനിക്കൽ ഫാർമക്കോളജി, ന്യൂറോളജി, ഓങ്കോളജി, ഡെന്റിസ്ട്രി, ഓർത്തോപെഡിക്സ്, ഓഫ്താൽമോളജി, സൈക്കാട്രി, ഇൻഫെക്ഷസ് ഡിസീസസ്, ഇന്റേണൽ മെഡിസിൻ, സർജിക്കൽ ഡിസീസസ്, ക്ലിനിക്കൽ ഫാർമക്കോളജി, ന്യൂറോളജി, ഓങ്കോളജി, പാത്തോളജി, സൈക്കാട്രി, എപ്പിഡമിയോളജി, പീഡിയാട്രിക്സ്, ഇൻഫെക്ഷൻ ഡിസീസസ്, ഫാമിലി പോളിടെക്നിക് ഡോക്ടർ അസിസ്റ്റന്റ് ഇന്റേൺഷിപ്പ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ NMCയുടെ 19 സബ്ജക്ട് കവർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയർ 2nd സെമസ്റ്റർ മുതൽ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല 2nd ഇയർ 2nd സെമസ്റ്ററിലെത്തി നഴ്സിംഗ് അസിസ്റ്റന്റ് ആവുന്നുണ്ട്. 3rd ഇയർ 2nd സെമസ്റ്റർ എത്തിക്കഴിഞ്ഞാൽ നഴ്സിംഗിന്റെ അഡ്വാൻസ്ഡ് പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. 4th ഇയറിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ അസിസ്റ്റന്റ് ആവുന്നുണ്ട്. 5th ഇയർ 2nd സെമസ്റ്റർ എത്തുമ്പോഴേക്കും ഒരു ഡോക്ടർ അസിസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ഇയർ ഏർലി ഇയർ മുതൽ നമുക്ക് ക്ലിനിക്കൽസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കരിക്കുലത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇനി നമ്മൾ വെക്കേഷൻ നോക്കുന്ന സമയത്ത് സാധാരണ ക്ലാസ് ഉണ്ടാവുക സെപ്റ്റംബർ പകുതി മുതൽ ജൂലൈ പകുതി വരെയാണ്. ജൂലൈ പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെ വെക്കേഷൻ, 2 മാസം വെക്കേഷൻ ആയിരിക്കും. ഈ വെക്കേഷന്റെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GSL പോയിട്ട് നമുക്ക് അവിടെ കടാവർ ഡിസെക്ഷനും GSL പ്രൊഫസേഴ്സിന്റെ ക്ലാസ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പൊതുവെ വെക്കേഷൻ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വീക്കൊക്കെ മാക്സിമം നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ഫുള്ളി നമ്മൾ പഠിക്കായിരിക്കും. കാരണം നാട്ടിലുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ പോലെ ആയിരിക്കും. അധികം വെക്കേഷൻ ഇല്ലാതെ കൂടുതൽ സമയത്ത് നമ്മൾ പഠിക്കായിരിക്കും. അതായത് നമുക്ക് നല്ലൊരു ഡോക്ടറായി വരിക എന്നുള്ളതാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുള്ള മെയിൻ ഉദ്ദേശം. എന്നുള്ള കുട്ടികൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അതല്ല നമുക്ക് എന്താ വെച്ചാൽ മറ്റൊരു അബ്രോഡ് പോകണം, ഒന്ന് ചില്ല് ചെയ്യണം, ഒന്ന് പഠിക്കണം, അങ്ങനെയുള്ള കുട്ടികൾ ആരും ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 10 മാസം അവിടെ ക്ലാസ് ഉണ്ടാവും. ക്ലാസ്സുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 ദിവസം ഫുൾ ക്ലാസ് ഉണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലും മോസ്റ്റ്ലി USMLE അതുപോലെ തന്നെ ബാക്കിയുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ വെച്ച് വെക്കുന്ന സമയത്ത് നിങ്ങൾ ഫുള്ളി പാക്കഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ പഠിക്കും. അതായത് നാട്ടിലൊരു ഗവൺമെന്റ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ പഠിക്കുന്നോ അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കാൻ റെഡി ആയിട്ടുള്ള കുട്ടികളെ ഉസ്ബക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഇനിയിപ്പോൾ കിമ്മിയോലെ ടീച്ചേഴ്സിനെ നോക്കുന്ന സമയത്ത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഇംഗ്ലീഷ് പറയുന്ന പല രാജ്യങ്ങളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്. ഉസ്ബക്ക് ടീച്ചേഴ്സ് ഉണ്ട്, ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട്, മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സിൽ പോലും എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഇനിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട്, എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും കിമിയോന്റെ ഫീസ് എത്രയാണ് എന്നുള്ളത്. ശരിക്കും ബാക്കിയുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുടെ സെയിം ഫീസ് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്കുള്ളൂ. ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും ഫീസ് സെയിം ആണ്. അതായത് TSMA ഫീസ് കൂട്ടാൻ പോവാണ്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ സെയിം ആണ്. അതായത് $3500 ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം $3,30,000 അടുത്ത്. ഇനി നമുക്ക് ഈ ഫീസ് സെം ബേസ് ആയിട്ട് പേ ചെയ്യാൻ പറ്റും. അതായത് $1780 ഒരു സെമസ്റ്ററിലേക്ക് പേ ചെയ്താൽ മതി. അതായത് ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ $1,68,000. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ കടാവറും അതുപോലെ തന്നെ USMLEയും FMG ക്ലാസ്സസും അതേപോലെ തന്നെ ഏർലി ക്ലിനിക്കൽസും ഇതെല്ലാം കിട്ടുന്നുണ്ട്. എന്നാലും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിന്റെ സെയിം ഫീസേ ഉള്ളൂ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കിമ്മിയോലെ ഹോസ്റ്റലും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ഒഫീഷ്യലി ഹോസ്റ്റൽ ഉണ്ട്. എല്ലാ കുട്ടികളെയും അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പൊതുവെ നോക്കുന്ന സമയത്ത് മറ്റുള്ള യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നം, ഇപ്പോൾ സമർഗന്ധിലാണെങ്കിൽ മെസ്സ് കമ്പൽസറി ആണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ കുട്ടികൾ ഹോസ്റ്റലിൽ അധികം നിൽക്കാറില്ല. ബുഹാറയിലാണെങ്കിൽ അത്രമാത്രം സ്പേസ് ഇല്ല, താഷ്കന്തിലാണെങ്കിൽ അത്രമാത്രം സ്പേസ് ഇല്ല എന്നുള്ള ഹോസ്റ്റലിൽ പൊതുവെ കാണാറുണ്ട്. കിമ്മിയോല് എത്ര കുട്ടികളാണ് ആയത് 250 സ്റ്റുഡൻസിന്റെ അഡ്മിഷനാണ് അവർ മാക്സിമം എടുക്കാറുള്ളത്. ആ കുട്ടികൾക്ക് നിൽക്കാനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി അവിടെ ഉണ്ട്. ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ് ഹോസ്റ്റൽ. ക്യാമ്പസിന്റെ ഉള്ളിലുള്ള ഹോസ്റ്റലിന് ഒരു സ്റ്റുഡന്റിന് ഒരു വർഷത്തേക്ക് $1000 ആണ് ഫീസ്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 96,000 രൂപയുടെ അടുത്ത്. അപ്പൊ ഇതൊരു വർഷത്തേക്കുള്ള ഫീസാണ്. ഹോസ്റ്റലിൽ ഓരോ റൂമും 4 ഷെയറിംഗ് റൂമുകളായിരിക്കും. നമുക്ക് ബെഡ്, കോട്ട്, അതുപോലെ തന്നെ ടേബിള്, ചെയർ, വാർഡ്രോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റൂമിൽ തന്നെ ഉണ്ടാവും. ബാത്റൂം ശരിക്കും കോമൺ ബാത്റൂം ആണ്. എല്ലാവർക്കും ഒന്നിച്ച് യൂസ് ചെയ്യാനുള്ള ബാത്റൂം അതുപോലെ തന്നെ വാഷ് ഏരിയയാണ്. ഉസ്ബെക്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഓൾമോസ്റ്റ് ഇതുപോലെ കോമൺ ബാത്റൂമുകളാണ് ഉണ്ടാവാറുള്ളത്. ഗേൾസും ബോയ്സും ഫ്ലോർ സെപ്പറേറ്റഡ് ആണ്. അവിടെ ഡിഫറെന്റ് ഫ്ലോറിലാണ് ഉണ്ടാവുക.
അതുപോലെ തന്നെ സെൽഫ് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് മെസ്സ് നമുക്ക് കമ്പൽസറി അല്ല. യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. പൊതുവെ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന വലിയൊരു പ്രശ്നമാണ് മെസ്സ് എന്നുള്ളത്. ഇപ്പം സമർഗന്ധിലാണെങ്കിലും ഫർഗാനയിലാണെങ്കിലും ആൻഡിജനിലാണെങ്കിലും ഒക്കെ മെസ്സ് പൊതുവെ ഫസ്റ്റ് ഇയറിൽ കമ്പൽസറിയാണ്. അപ്പം മെസ്സ് കമ്പൽസറി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഞാൻ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ളതാണ്. സമർഗന്ധിലായിക്കോട്ടെ, ഫർഗാനയിലായിക്കോട്ടെ, ബാക്കി യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ, എല്ലാ സ്ഥലത്തും മെസ്സ് ഭയങ്കര മോശമാണ്. അത് ഞാൻ കഴിച്ചാൽ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ദിവസം കഴിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു വർഷം അതേ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. പൊതുവെ ഞാൻ ഒരുപാട് കുട്ടികളിൽ നിന്ന് ഇത് കേട്ടിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റലിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും വലിയ വിഷയമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹോസ്റ്റൽ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇനി പൊതുവെ പേരൻസിൻ്റെ ഒരു സംശയമാണ് കുട്ടികൾ ഉസ്ബെക്കിൽ അവിടെ സേഫ് ആയിരിക്കുമോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സേഫ് ആയിരിക്കും, ഹോസ്റ്റലിൽ സേഫ് ആയിരിക്കും എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിയും ഹോസ്റ്റലും ഒരേ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും കുട്ടികൾ അവരുടെ ID കാർഡ് ടാപ്പ് ചെയ്ത് ഡോർ അൺലോക്ക് ചെയ്ത് വേണം പോകാൻ. അതായത് ആ സമയത്ത് അവരുടെ അറ്റൻഡൻസ് അവിടെ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ്ലി CCTV കവേർഡ് ആണ്. ഹോസ്റ്റലിൻ്റെ ഈ എൻട്രൻസും അതുപോലെ തന്നെ അവരുടെ ഈ കോറിഡോറും എല്ലാം CCTV കവേർഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുട്ടികൾ കംപ്ലീറ്റ്ലി നമ്മുടെ സർവൈലൻസിലാണ് ഉണ്ടാവുക, അതായത് യൂണിവേഴ്സിറ്റിൻ്റെ സർവൈലൻസിലാണ് ഉണ്ടാവുക എന്നുള്ള വലിയൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വലിയ രീതിയിൽ കൺസേൺ ആവേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഉസ്ബെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള രാജ്യമാണ്. ഉസ്ബെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇന്ത്യൻസിനെ വളരെ വെൽക്കം ചെയ്യുന്ന, അവിടെ ട്രാവൽ ചെയ്തിട്ടുള്ള അവിടെ പോയിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും, വളരെ ഇന്ത്യക്കാരെ വെൽക്കം ചെയ്യുന്ന, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് നല്ല ഗവർണൻസ് ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സേഫ്റ്റിയോ കാര്യങ്ങളോ നിങ്ങൾ വലിയ രീതിയിൽ പേടിക്കോ ബോധറിയേണ്ടോ കാര്യമില്ല. ഇനിയിപ്പോൾ അതല്ല, ഈ $1000 പറ്റൂല, കുറഞ്ഞ എമൗണ്ടിന് ഹോസ്റ്റൽ വേണം എന്നുള്ള കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റിൻ്റെ പുറത്ത് 2 കിലോമീറ്ററിലും 10 കിലോമീറ്ററിലൊക്കെ $600 കോസ്റ്റിലുള്ള, അതായത് $600 മാത്രം റെന്റ് വരുന്ന ഹോസ്റ്റലുകളുണ്ട്. ഇനി അതല്ല പുറത്ത് അപ്പാർട്ട്മെന്റിൽ നിൽക്കേണ്ട കുട്ടികളാണെങ്കിൽ അപ്പാർട്ട്മെന്റിൽ നിൽക്കാൻ പറ്റും. സാധാരണ കുട്ടികൾ പ്രിഫർ ചെയ്യാറുള്ളത് ഹോസ്റ്റലാണ്. കാരണം ഹോസ്റ്റലിൽ പറഞ്ഞ പോലെ $1000 ഉള്ളൂ. ഇനിയിപ്പോൾ അപ്പാർട്ട്മെന്റിലേക്ക് നിൽക്കുന്ന സമയത്ത് $500 to $600 അപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഒരു കുട്ടിക്ക് ഏകദേശം $150 അടുത്തൊക്കെ ഒരു അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന കുട്ടിക്ക് വരും. അതിൻ്റെ കൂടെ പ്ലസ് ബിൽസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എക്സ്പെൻസ് കൂടാറുണ്ട്. അതുകൊണ്ട് പൊതുവെ കുട്ടികൾ ഉസ്ബെക്കിൽ ഹോസ്റ്റലാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പാർട്ട്മെന്റ് എടുക്കേണ്ട കുട്ടികൾക്ക് അപ്പാർട്ട്മെന്റ് എടുക്കാം. ഇനി ഫുഡ് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, ചിക്കൻ, അതുപോലെ തന്നെ പച്ചക്കറി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. പക്ഷെ മസാല കാര്യങ്ങളൊന്നും പൊതുവെ അവിടെ ഉസ്ബെക്കിൽ വലിയ രീതിയിൽ അവൈലബിൾ ആവാറില്ല. ഉണ്ട്, ഇന്ത്യൻ മസാലകൾ വാങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ പൊതുവെ കുട്ടികൾ പോകുന്ന സമയത്ത് കൊണ്ടുപോകാറാണ്. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് അവിടെ കിട്ടാത്തത് എന്നുള്ളതിൻ്റെയൊക്കെ ലിസ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. ആ ലിസ്റ്റ് വെച്ച് നോക്കിയിട്ടാണ് കുട്ടികളെ സാധനങ്ങൾ വാങ്ങാറുള്ളത്. ഇനി ഉസ്ബെക്കിലെ ക്ലൈമറ്റ് നോക്കുന്ന സമയത്ത് ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ്, ഒരുപാട് മലയാളികൾ പഠിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്ലൈമറ്റിന്റെ ഇഷ്യൂ ഒന്നും വലിയ രീതിയിൽ പറയാറില്ല. -3, -4 വരെയൊക്കെ ക്ലൈമറ്റ് തണുപ്പത്ത് പോവാറുണ്ട്. എന്നാലും തെർമൽസും ജാക്കറ്റും ബൂട്ടൊക്കെ ഇടുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം ബസ്സും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലാസ് റൂമുകളും ഹോസ്റ്റലും എല്ലാം ഹീറ്റഡ് ആണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ തണുപ്പിന്റെ പ്രശ്നമോ അല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ചൂടിന്റെ നോക്കുകയാണെങ്കിൽ തന്നെ ജൂൺ ജൂലൈ മാസത്തിലാണ് ചെറുതായിട്ട് ചൂട് വരുന്നത് തന്നെ. അപ്പോൾ ആ സമയത്ത് തന്നെ ജൂലൈ പകുതി ആകുമ്പോഴേക്കും അവർ വെക്കേഷൻ നാട്ടിൽ പോകും. അപ്പോൾ പീക്ക് ചൂട് വരുന്ന സമയത്തൊന്നും കുട്ടികൾ ഉസ്ബെക്കിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് ക്ലൈമറ്റിന്റെ ഇഷ്യൂ വലിയ രീതിയിൽ ഉസ്ബെക്കിൽ ഉണ്ടാവാറില്ല. ഇനി പാർട്ട് ടൈം ജോബിനെ കുറിച്ച് പറയുന്ന സമയത്ത് മെഡിസിൻ ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല. ഇനി ഉസ്ബെക്കിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉസ്ബെക്കിൽ പഠിക്കണം, ഉസ്ബെക്കിൽ വർക്ക് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. അവിടെ നമുക്ക് ലീഗലി വർക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഗ്രാജുവേറ്റ് ആവുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഉസ്ബെക്കിൽ പൊതുവെ ഡോക്ടേഴ്സിനുള്ള സാലറി കുറവാണ്, അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ജോബുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഉസ്ബെക്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് പ്രിഫർ ചെയ്യാറില്ല, തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിൽ വന്നൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രൊസീജിയർ ശരിക്കും നമ്മൾ ഉസ്ബെക്കിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലുള്ള FMG അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നെക്സ്റ്റ് ആയിരിക്കും നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്യണം. അത് അത്യാവശ്യം ടഫസ്റ്റ് എക്സാം ആണ്. അധികം പാസ് പെർസെൻറ്റേജ് ഇല്ലാത്ത ഒരു 20 to 30% ഒക്കെ മാക്സിമം പാസ് പെർസെൻറ്റേജ് വരുന്ന ഒരു ടഫ് ആയിട്ടുള്ള എക്സാം ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് FMGയുടെ ക്ലാസ്സും USMLയുടെ ക്ലാസ്സൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇന്ത്യയുടെ എക്സാംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കണ്ടേക്കുന്ന അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾ ആരും ഈ ഒരു എക്സാമിനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഒരു 5th ഇയറിലും 6th ഇയറിലൊക്കെയാണ് ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ FMG പാസ് പെർസെൻറ്റേജ് ഇത്ര കുറയുന്നതും. എന്നാൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെ ഫൗണ്ടേഷൻസ് ക്ലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റും. അപ്പോൾ ഈ നെക്സ്റ്റ് അല്ലെങ്കിൽ FMG എക്സാം ക്ലിയർ ചെയ്യണം. അതിനുശേഷം 1 year ഇന്റേൺഷിപ്പ് ഇന്ത്യയിൽ ചെയ്യാം. അതായത് ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു ഡോക്ടർ ഹൗസ് സർജൻസി ഇവിടെ ചെയ്യുന്നില്ലേ, അതേപോലെ അബ്രോഡ് പഠിച്ച കുട്ടികളാണെങ്കിൽ നമ്മൾ FMG എക്സാം കഴിഞ്ഞതിന് ശേഷം 1 year ഇന്ത്യയിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് ഇവിടെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ കിട്ടുക. അപ്പോൾ ഇതാണ് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു പാത്വേ. ഇനിയിപ്പോൾ നമ്മൾ US പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ USMLEയുടെ ഒരു ഗൈഡൻസ് അവിടെ കിട്ടുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. US കുട്ടികൾ വന്ന് പഠിക്കുന്നു, അതുപോലെ തന്നെ ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ട് എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഉസ്ബെക്ക് യൂണിവേഴ്സിറ്റികളിൽ ഇല്ലാത്തൊരു സാധനമാണ് ഇന്റർനാഷണൽ എക്സ്പോഷർ. അതിവിടെ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നിരുന്നാൽ പോലും USMLE എന്ന് പറയുന്ന എക്സാം വളരെ ടഫായിട്ടുള്ള എക്സാമാണ്.
അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഏർലി ടൈം മുതൽ ഫസ്റ്റ് ഇയർ മുതൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അതിനുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ മെനക്കെട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, USMLE സ്റ്റെപ്പ് 1 എഴുതാം. ഫിഫ്ത്ത് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 എഴുതാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 3 എഴുതാൻ വേണ്ടി നമ്മൾ US പോകണം. അപ്പോൾ അതിനുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് USMLE പാത്വേ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ US പോയിട്ട് സ്റ്റെപ്പ് 3 എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ റെസിഡൻസി ചെയ്ത്, അതായത് PG ചെയ്തുകൊണ്ട് US സെറ്റിൽ ആവാനും പറ്റും. ഈ ഒരു പാത്വേ ഉണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, ഉസ്ബെക്ക് യൂണിവേഴ്സിറ്റിയിൽ പൊതുവെ ഞാൻ USMLE അങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയാറില്ല. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ USMLEയുടെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി നമ്മൾ പ്ലാബ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയതിനു ശേഷമാണ് പ്ലാബ് എക്സാം എഴുതാൻ പറ്റുക. പ്ലാബ് 2 പാർട്ടാണ്, പ്ലാബ് 1ഉം പ്ലാബ് 2. അപ്പോൾ പ്ലാബ് 1 നമുക്ക് ഓൺലൈനായിട്ട് എഴുതാം. പ്ലാബ് 2 നമ്മൾ UK പോയിട്ട് എഴുതേണ്ട എക്സാം ആണ്. പ്ലാബ് എക്സാം കഴിഞ്ഞ് നമുക്ക് GMCയുടെ രജിസ്ട്രേഷൻ എടുത്ത് UK വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് നേടാം. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഇപ്പോൾ പൊതുവെ പുറത്തുനിന്നുള്ള ഡോക്ടേഴ്സിനെ ഹയർ ചെയ്യുന്നത് വളരെ കുറവാണ്. UK സിറ്റിസൻസിനെയോ അല്ലെങ്കിൽ UK ഗ്രാജുവേറ്റ് ചെയ്ത ആൾക്കാർക്കുമാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉസ്ബെക്കിൽ പഠിച്ചിട്ട് UK വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. അപ്പോൾ ആ പാത്വേ കുറച്ച് ടഫ് ആയിരിക്കും. ഇനിയിപ്പോൾ അതല്ല യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉസ്ബെക്കിൽ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യത്തേക്കാണോ പോകേണ്ടത് ആ രാജ്യത്തിന്റെ ലാംഗ്വേജ് പഠിക്കണം. അതായത് നമ്മൾ ജർമ്മനിലേക്കാണ് ജർമ്മൻ ലാംഗ്വേജ്, സ്പെയിനിലേക്കാണ് സ്പാനിഷ് ലാംഗ്വേജ്, ഫ്രാൻസിലേക്കാണ് ഫ്രഞ്ച് ലാംഗ്വേജ്, ബൾഗേറിയയിലേക്കാണ് ബൾഗേറിയൻ ലാംഗ്വേജ്. ഇങ്ങനെ ആ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം അതിന്റെ സർട്ടിഫിക്കേഷൻ എക്സാം കംപ്ലീറ്റ് ചെയ്യണം. അതായത് മിനിമം C1 ലെവലിലുള്ള ലാംഗ്വേജ് ആണ് എല്ലാ കൺട്രീസും പറയാറുള്ളത്. ആ ലാംഗ്വേജ് എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ സർട്ടിഫിക്കറ്റ് ആ രാജ്യമായിട്ട് ഇക്വലൻസി എടുക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ECTS സിലബസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു എളുപ്പമുണ്ട്. അപ്പൊ അങ്ങനെ ഇക്വലൻസി എടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഉള്ള ഒരു ലൈസൻസിങ് എക്സാം ഉണ്ടാവും. ആ ലൈസൻസിങ് എക്സാം എഴുതിയിട്ട് വേണം ആ രാജ്യത്തേക്ക് പോകാൻ. ഓരോ രാജ്യത്തിനും ഡിഫറെന്റ് പാത്വേ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏത് പാത്വേ ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്ത് ചോദിക്കണം. നമ്മൾ കൃത്യമായിട്ട് അതിന് പോകേണ്ട രീതികളും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നുള്ളതും കൃത്യമായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പല സമയങ്ങളിലായിട്ട് നമുക്ക് ഓരോ വർഷവും ഓരോ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് വന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. ആ സമയത്ത് എന്താ വെച്ചാൽ കൃത്യമായിട്ട് അവർ പാത്വേസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പൊതുവെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് മിഡിൽ ഈസ്റ്റിന്റെ ലൈസൻസിങ് എക്സാം എഴുതാൻ പറ്റാറുള്ളത്. ദുബായിന്റെ DHA ആണെങ്കിലും പിന്നെ അബുദാബിന്റെ DOH ആണെങ്കിലും എമിറേറ്റ്സുകളുടെ MOH ആണെങ്കിലും അല്ലെങ്കിൽ സൗദിയുടെ SMLE ആണെങ്കിലും ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് വേണം എന്നുള്ള റൂൾ ഉണ്ട്. അപ്പോൾ ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് ഉസ്ബെക്കിൽ വർക്ക് ചെയ്ത് ഉസ്ബെക്കിൽ എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റും. ഇനി അതല്ല ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് FMG എഴുതി ഇന്ത്യയിൽ എക്സ്പീരിയൻസ് എടുത്തിട്ട് പോകാൻ പറ്റും. പൊതുവെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് നമുക്ക് സ്റ്റേറ്റ് ലൈസൻസ്, അതായത് നമ്മൾ ഉള്ള നേറ്റീവ് ആയിട്ടുള്ള കൺട്രീന്റെ ലൈസൻസ് വേണം എന്നുള്ള രീതിയിൽ ഒരു റൂൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് എടുത്ത് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നതായിരിക്കും നന്നാവുക. ഇനി അതല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉസ്ബെക്കിലെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ദുബായിയുടെ എംബ്രി എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ എംബ്രി എഴുതുന്ന സമയത്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഡയറക്റ്റ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ഉസ്ബെക്കിന്റെയോ ഒന്നും ലൈസൻസ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, എംബ്രി എക്സാം എഴുതാൻ പറ്റും. എംബ്രി എക്സാം എഴുതിയതിനു ശേഷം എംബ്രി എക്സാമിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടഫസ്റ്റ് എക്സാം ആണ്. അതുപോലെ തന്നെ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്. ഇത് ശരിക്കും എമിറേറ്റ്സിന് വേണ്ടി നടന്ന എക്സാം ആണ്, അതായത് എമിറാത്തി സ്റ്റുഡൻസിന് വേണ്ടി നടന്ന എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല റാങ്ക്, ഹൈ റാങ്ക്, അതായത് 90% മുകളിൽ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ വെച്ചാൽ എംബ്രിയിൽ ഒരു സീറ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മാർക്ക് മാത്രം പോരാ, ഈ എക്സാമിന്റെ മാർക്ക് മാത്രം പോരാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച് വേണം. അതേപോലെ തന്നെ നമ്മൾ ചെയ്തേക്കുന്ന കുറെ ഫൗണ്ടേഷണൽ വർക്ക് വേണം. നമ്മുടെ റെസ്യൂമി സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ എംബ്രിക്ക് ഉണ്ട്. അപ്പോൾ എംബ്രി നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പോൾ എംബ്രി വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. എംബ്രിയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ USMLE ഗൈഡൻസ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ളതുകൊണ്ട് തന്നെ എംബ്രിയുടെ കംപ്ലീറ്റ് സിലബസും USMLEയുടെ സിലബസ് ആണ്. അതുകൊണ്ട് USMLE നിങ്ങൾ നല്ല രീതിയിൽ ഫസ്റ്റ് ഇയർ മുതൽ ഫോക്കസ് ചെയ്യാണ്. സെക്കൻഡ് ഇയറിൽ തേർഡ് ഇയറിൽ USMLE സ്റ്റെപ്പ് 1 എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എംബ്രി ക്ലിയർ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് പാത്വേസ്. വേറെയും ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് പാത്വേകളും ഉണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യങ്ങളെ കുറിച്ച് സ്പെസിഫിക്കലി അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ അതിന് റിപ്ലൈ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഇനി ആരാണ് കിമ്മിയെ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ള കുട്ടികൾ. ഞാൻ പറഞ്ഞല്ലോ അവിടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ ലാബുകളുണ്ട്, ക്ലിനിക്കൽസ് ഉണ്ട്, USMLE ഉണ്ട്, FMGയുടെ കോച്ചിങ് ഉണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അതായത് സ്പോർട്സിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, അതർ കൾച്ചറൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് നല്ല രീതിയിൽ പഠിക്കും, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും എന്ന് വിചാരിക്കുന്ന കുട്ടികൾ. അതായത് നിങ്ങൾ അവിടെ പോയിട്ട് ഉസ്ബെക്ക് പോവാം, താഷ്കന്ത് അല്ലേ, സിറ്റി അല്ലേ, ഒരുപാട് എൻജോയ് ചെയ്യാം, ചില്ല് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയോ ഈ ഒരു രാജ്യമോ ചൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല.
നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ല ഡോക്ടറായിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്യാവശ്യം അക്കാഡമിക് ഓറിയന്റഡ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രിക്റ്റും ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75% അറ്റൻഡൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ക്ലാസ് സ്കിപ്പ് ചെയ്യാനോ കട്ടാക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കും എന്നുള്ള കുട്ടികൾക്കാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കാര്യം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ഓരോ കുട്ടികൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. ഈ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കുട്ടികൾ കയറുകയാണെന്നുണ്ടെങ്കിൽ അവർ എത്ര ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, എത്ര സെമിനാറുകൾ അറ്റൻഡ് ചെയ്തു, അതിൽ എത്ര മാർക്ക് ഉണ്ട്, എത്ര എക്സാമുകൾ അറ്റൻഡ് ചെയ്തു, അതിന് എത്ര മാർക്ക് ഉണ്ട് എന്ന് തുടങ്ങിയ കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഓരോ കുട്ടിക്കും ഓരോ സമയത്തും, അതായത് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ അന്ന് തന്നെ അതിന്റെ മാർക്കും അറ്റൻഡൻസും അവരുടെ പാനലിൽ കാണാൻ പറ്റും. അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ ദിവസവും അവരവരെ മോണിറ്റർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ബ്രീഫ് ചെയ്യാം. കിമ്മി യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് യൂറോപ്യൻ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. രണ്ടാമത്തത് കടാവർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് കടാവർ ഡിസെക്ട് ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. മൂന്നാമത്തെ ഏർലി ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. നാലാമത്തത് ECTS സിലബസ് ആണ്. അഞ്ചാമത്തെ തഷ്കന്ത് സിറ്റിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ലൈഫ് എക്സ്പോഷർ ഉണ്ടാവും. ആറാമത്തെ FMG അതുപോലെ തന്നെ USMLE കോച്ചിങ്ങുകൾ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഈ എക്സാംസുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഏഴാമത്തെ ഇന്ത്യൻ പ്രൊഫസേഴ്സ് അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഫസേഴ്സ് ഉണ്ട്. എട്ടാമത്തെ കാര്യം GSL ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് GSLന്റെ പ്രൊഫസേഴ്സിന്റെ സ്പെഷ്യൽ ലെക്ചേഴ്സും ഗസ്റ്റ് ലെക്ചേഴ്സും ഓൺലൈൻ ലെക്ചേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഒമ്പതാമത്തെ കാര്യം തിരിച്ച് വെക്കേഷന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് GSL പോയിട്ട് നമുക്ക് അവിടെ GSLന്റെ ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാനും അവിടുത്തെ ഡോക്ടേഴ്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കടാവർ ഡിസെക്ട് ചെയ്ത് പഠിക്കാനും ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. പത്താമത്തെ കിമ്മിയോന് ഓൺ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് സെമസ്റ്റർ മുതൽ നമുക്ക് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഇൻട്രസ്റ്റഡ് ആണ്, നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കും, അതായത് ഭാഷ പഠിക്കുമെന്നുണ്ടെങ്കിൽ, അതായത് റഷ്യൻ ലാംഗ്വേജ് നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ട് റഷ്യൻ ലാംഗ്വേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോട് നിങ്ങൾ പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സിനോട് പറയുകയാണ് ഞാനും കൂടെ വരട്ടെ, അല്ലെങ്കിൽ ക്ലിനിക്കൽസ് എനിക്ക് നൈറ്റ് പോസ്റ്റിംഗ് തന്നാൽ നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങളെ കൂടെ കൂട്ടി കൂടുതൽ കാര്യങ്ങൾ ക്ലിനിക്കൽസിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓൺ ഹോസ്പിറ്റലുകളുള്ള ബെനിഫിറ്റ് വേറെയുണ്ട്. 11ാമത്തെ കാര്യം റിസർച്ചിനുള്ള സപ്പോർട്ട് യൂണിവേഴ്സിറ്റിന്റെ സൈഡിൽ നിന്നും GSLന്റെ സൈഡിൽ നിന്നും അവർ തരുന്നത്. 12ാമത്തെ കാര്യം ഉസ്ബെക്കിലെ മറ്റ് യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ള സ്കിൽ ലാബും ക്ലിനിക്കൽ ലാബും സ്റ്റിമുലേഷൻ സെന്റർ ഒക്കെ ഇവിടെ ഉണ്ട്. 13ാമത്തെ കാര്യം ECFMG പോലുള്ള ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻസ് ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കിമ്മിയോനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി ഇതല്ല, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ കിമ്മിയോനെ കുറിച്ചുള്ള കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ച് തന്നെ ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ ഫോറിൻ ഡിഗ്രിയുടെ വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം അതിൽ ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്താൽ അതിൽ കിമ്മിയോ ഉണ്ട്. കിമ്മിയോ ചൂസ് ചെയ്താൽ അവിടെ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അവരോട് ഒരു കോൾ ബുക്ക് ചെയ്തിട്ടോ മെസ്സേജ് അയച്ചിട്ടോ സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തതിന് ശേഷം അവിടത്തേക്കുള്ള അഡ്മിഷൻ എടുക്കാൻ പറ്റും.